എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. കലോത്സവമല്ലേ, അതിന്റെ തിരക്കിലാണ് ഇപ്പോ. പാട്ടുകളൊക്കെ പൊളിക്കുന്നു, വൈറലാവുന്ന പാട്ടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. താങ്ക് യു. തീർച്ചയായിട്ടും, പിന്നെ തീർച്ചയായിട്ടും അതൊരു കാലമായിരുന്നല്ലോ. അതിങ്ങനെ ഞാൻ അതൊക്കെ ഒരു കാലം. എന്താ പറയാ, മറ്റേ എന്ത് രസമുള്ള ദിനങ്ങളായിരുന്നു, മനോഹരമായ ദിനങ്ങളായിരുന്നു. അതെ അതെ അതെ, പറഞ്ഞ പോലെയാണത് കലോത്സവം. അതെ, എന്താ പറയാ, അതൊരു മത്സരത്തിനപ്പുറത്ത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വൈക്കം വിജയലക്ഷ്മിയെ കണ്ടിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഒരുമിച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ പ്രോഗ്രാം ഞങ്ങൾ ഒരുമിച്ച് കുറേ കാലം കൂടിയിട്ടാണ് ഒരു പ്രോഗ്രാം കാണുന്നത്. അപ്പോൾ അന്ന് വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിരുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുമിച്ച് പാടുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുന്നു, പാട്ട് പാടുന്നു, കൈയടിക്കുന്നു. അപ്പം അങ്ങനെ ഒരു സ്നേഹബന്ധം കൂടെയാണല്ലോ ഈ കലോത്സവത്തിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. നമുക്ക് അങ്ങനെയാ, വീട്ടുകാർക്കും എല്ലാവരും ഇങ്ങനെ സ്ഥിരം നിങ്ങളെ കണ്ടിട്ട് ഒരു കുടുംബം നിങ്ങളെ കാണുന്നത്. സ്റ്റാർ സിംഗർ വന്നതിന് ശേഷം അതും അങ്ങനെ തന്നെയായിരുന്നു. കോമ്പറ്റീഷന്റെ അപ്പുറത്തേക്ക് ഒരു ബിൽഡ് ചെയ്ത ഒരു സ്നേഹബന്ധം ഞങ്ങൾ എല്ലാവരും തമ്മിലുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് അല്ലെ? തീർച്ചയായിട്ടും എല്ലാവരും ഓരോരോ നിലയിലെ പാട്ടിന്റെ മേഖലയിൽ. അതെ അതെ. ഓ ആയിക്കോട്ടെ. ഏതാ പടം പോണേ? അതല്ലാതെ എന്ത് അല്ലേ? ഈ എളവത്തൂര് കായലിന്റെ കരക്കലുണ്ടൊരു കൈത, കൈത മുറിച്ച മുള്ള നീക്കി പൊളിയെടുക്കണ നേരം, കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ, ഇണ്ടൽ കൊണ്ട് ഞാൻ മിണ്ടിയില്ല, അത് കുറ്റമാക്കല്ലേ. ആ കടക്കണ്ണിനൊരു തിളക്കം കണ്ടടി, കറുത്ത കള്ളന്റെ ചിരിയും കൊളുത്തിട്ടുള്ളില് വലിച്ച മതിരി ധരിച്ച് നിന്നടി ഞാനേ. ആ കടക്കണ്ണിനൊരു തിളക്കം കണ്ടടി, കറുത്ത കള്ളന്റെ ചിരിയും പഠിച്ച കള്ളൻ പണി പറ്റിച്ചടി, കുടുങ്ങിപ്പോയടി ഞാനേ. അതെ അതെ അതെ, എന്ത് ബ്യൂട്ടിഫുൾ. ഈ പാട്ട് കേൾക്കാൻ വേണ്ടി തന്നെ മീശമാധവൻ സിനിമ ഞാൻ 3 തവണ കണ്ടിട്ടുണ്ട്. കാരണം ടൈറ്റിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ CD-ലും കാസറ്റിലും ഒന്നും അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനു വേണ്ടി തന്നെ കണ്ടിട്ടുണ്ട്. അതെ അതെ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ ഗർജിക്കാത്ത ഹാഷ്മി ഒന്ന് കാണാൻ പറ്റില്ല, സന്തോഷം. അത് നമ്മളോട് എല്ലാരും ചോദിക്കും, ഹാഷ്മി ഭയങ്കര ഗൗരവക്കാരനാണോ, ഗർജിക്കും? പക്ഷെ നേരെ തിരിച്ചാ, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നു. അപ്പൊ അതും ഈ കലോത്സവത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ ഒരു മണിക്കൂറുള്ള ഗർജനേ ഉള്ളൂ. അത് പാവം. ശരി, അപ്പൊ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.